കാറമേൽ ALP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷൻ LDF UDF തർക്കം. 78-ാം നമ്പർ ബൂത്ത് CPIM പ്രവർത്തകർ പിടിച്ചെടുത്തു എന്നാണ് UDF ആരോപിക്കുന്നത്. UDF ബൂത്ത് ഏജന്റിനെ LDF പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട്. UDF ബൂത്ത് ഏജന്റ് രഞ്ജിത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്തിലെത്തി പ്രതിഷേധിക്കുകയാണ്. അരുൺ പാറക്കൽ ചേർന്നു. അരുൺ, ഈ ബൂത്ത് പിടിച്ചെടുക്കൽ എന്നൊക്കെയുള്ളത് ഇപ്പോൾ കാലത്ത് നടക്കുന്ന കാര്യമാണോ? എന്താണ് ആരോപണത്തിന്റെ നിജസ്ഥിതി? ഹാഷ്മി, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്തെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പയ്യന്നൂർ കല്യാശ്ശേരി മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട്. പയ്യന്നൂർ കാറമേൽ ALP സ്കൂളിലെ 78-ാം നമ്പർ ബൂത്തിലാണ് ഇന്നിപ്പോൾ CPM പ്രവർത്തകർ ബൂത്ത് പിടിച്ചെടുത്തു എന്നൊരു ആരോപണവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ എത്തി. ദിലീപ് കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ, അദ്ദേഹത്തോടെ ശോഭിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രഞ്ജിത്ത്, UDFന്റെ ഏജന്റ് രഞ്ജിത്തിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നൊരു പരാതിയുമുണ്ട്. പോലീസിൽ UDF പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷിക്കുകയാണ്. DYSPയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാഷ്മി ഈ കേന്ദ്രീയ വിദ്യാലയത്തിലാണ്, കാസർകോട്ടെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഇവിടെയും ചില പ്രശ്നങ്ങൾ, അതായത് ഈ വോട്ടിംഗ് മെഷീൻ അത് ലാഗാവുന്നു എന്നൊരു പ്രശ്നം. വോട്ട് ചെയ്യുമ്പോൾ വോട്ടർമാർക്ക് അത് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നൊരു ആരോപണം വരുന്നുണ്ട്. വോട്ടർമാർ ഒരുപാട് നേരമായി ഇവിടെ എത്തിയിട്ട് കുറേ ആളുകൾ 2 തവണയൊക്കെ ഇവിടെ വന്ന ആളുകളുണ്ട്. ചേട്ടാ, എന്താണ് അവസ്ഥ? ആദ്യം വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ്. ഒരു 150 ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം വന്നിട്ട് നമ്മൾ അതായത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും അതേ സംഭവമാണ്. അതായത് വോട്ട് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ സിഗ്നൽ വരുന്നുള്ളത്. ചേട്ടാ, ഒരുപാട് നേരമായി വന്നിട്ട്? കുറേ സമയമായി. തിരിച്ചു പോയി പള്ളിയിൽ പോയി നിസ്കരിച്ച് വീണ്ടും വന്നു. 1 മണിക്കൂറായി ഏകദേശം. ഹാഷ്മി, ഇത് തന്നെയാണ് അവസ്ഥ. വോട്ടർമാർ 2-3 തവണയായി ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ തൃക്കരിപ്പൂരും കല്യാശ്ശേരിയിലും പയ്യന്നൂരുമൊക്കെ സമാനമായ സംഭവങ്ങളുണ്ടായിരുന്നു. ഉദുമയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ സ്ഥലങ്ങളിൽ തകരാറൊക്കെ പരിഹരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് KVയിലാണ്. ഇവിടെ ഈ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് ഹാഷ്മി.